നമസ്കാരം. ശിവരിച്ചന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മൈനർ കോഴ്സിന്റെ സെക്കൻഡ് സെമസ്റ്ററിലേക്ക് പോകാം. അതിലെ സ്ത്രീ യാത്രാ അനുഭവങ്ങളാണ് അവർക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിൽ വത്സല മോഹൻ എന്ന എഴുത്തുകാരി, അതായത് സ്ത്രീ എഴുത്തുകാരി, സഞ്ചാര സാഹിത്യകാരിയായ വത്സല മോഹന്റെ കാശി ചതുർധാമ ഹിമാലയ യാത്ര എന്ന പുസ്തകത്തിലെ ഒരു പാഠഭാഗത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പൊ ഇവിടെ കാശിയെക്കുറിച്ച് പറയുന്ന സ്ഥലമാണ്. കാശി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ഏറ്റവും പുരാതനമായ പുണ്യസ്ഥലമാണ്. മോക്ഷത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് ഇതിന് കാശി എന്ന പേര് വന്നതെന്ന് പറയുന്നു. ഇപ്പൊ ബ്രഹ്മാവിന്റെ പാദങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന വരണ, അസി എന്നീ രണ്ട് നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് വാരണാസി എന്നും ബനാറസ് എന്നും കാശി അറിയപ്പെടും. ചണ്ടാള വേഷത്തിലെത്തിയ ശിവൻ ശങ്കരാചാര്യരെ പരീക്ഷിച്ചത് ഈ സ്ഥലത്ത് വെച്ചാണെന്ന് പറയപ്പെടുന്നു. ചണ്ടാളൻ മദ്യപാനിയായിട്ട് കുറെ നായ്ക്കളുമായി ശങ്കരാചാര്യർക്ക് മുന്നിലേക്ക് വന്നെന്നും വഴിമാറുന്ന തർക്കത്തിനിടയിൽ ആത്മാവാണ് സർവവ്യാപി എന്ന് ശിവൻ ശങ്കരാചാര്യരെ പഠിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ സ്വാമി വിവേകാനന്ദന് ശിവദർശനമുണ്ടായതും കാശിയിൽ വെച്ചാണെന്ന് പറയപ്പെടുന്നു. അപ്പൊ ഞങ്ങളുടെ യാത്രയിൽ കണ്ട നെല്ലിക്ക തോട്ടങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. വളരെ മനോഹരമായ നെല്ലിക്ക തോട്ടങ്ങളാണ്. വിശപ്പും ക്ഷീണവും പണ്ട് കാൽനട യാത്രക്കാർ കാശി പോകുമ്പോൾ തീർത്തിരുന്നത് ഇത്തരം നെല്ലിക്കയിൽ നിന്നാണെന്നാണ് പറയുന്നത്. ഇപ്പൊ സംഗീത മോഹൻ തന്റെ ഭർത്താവായ മോഹനന്റെ ജോലി സംബന്ധമായി 6 മാസത്തോളം രാമേശ്വരത്ത് താമസിച്ച കഥ അതിനകത്ത് വിവരിക്കുന്നുണ്ട്. അവിടെ വെച്ച് പരിചയപ്പെട്ട പാട്ടിയമ്മ പറഞ്ഞപ്പോൾ നെല്ലിക്കയും വെള്ളവും ഉള്ളത് കൊണ്ട് ഞങ്ങൾ ക്ഷീണം അറിഞ്ഞില്ല എന്ന് പറഞ്ഞതിനെ കുറിച്ചൊക്കെ അവർ ഓർക്കുന്നു. അപ്പൊ എൻ്റെ അച്ഛൻ അപ്പൊ അവിടെ ചെക്കിങ് ധാരാളമുണ്ട്. ഒരുപാട് അലർട്ടുകൾ ഉള്ളത് കൊണ്ട് സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ കാശി നഗരത്തിലെത്തി. എല്ലാവരും കുളിച്ച് തയ്യാറെടുത്തു. ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡ് വലിയ തിരക്കുണ്ട്. ആ തിരക്കിനിടയിലൂടെയാണ് ക്ഷേത്രത്തിലെത്തിയത്. മുഗൾ രാജാവായിരുന്ന ഔറംഗസീബിന്റെ കാലത്ത് ഈ ക്ഷേത്രം നശിപ്പിക്കപ്പെട്ടതാണ്. പിന്നീട് ഇൻഡോറിലെ റാണിയാണ് ഇതിനെ പുതുക്കി പണിതത്. സ്വർണം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതുകൊണ്ട് സുവർണക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അവിടുത്തെ ക്ഷേത്രത്തിലെ ആരതി പൂജ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. പിന്നെ അവിടെ നിന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലേക്ക് പോയി. സന്ധ്യാസമയത്ത് ആരതി കഴിഞ്ഞ് ദിവ്യപ്രഭയിൽ മുങ്ങി നിൽക്കുകയാണ് ആ വിഗ്രഹം. അത് കണ്ടപ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നി. പിന്നെ അവിടെ നിന്ന് പ്രസാദമായി അരി തന്നു. ആ അരി തന്നപ്പോൾ പൂജാരി പറഞ്ഞത് ഈ അരി കൊണ്ടുപോയി വീട്ടിൽ അരിപ്പാത്രത്തിലിടണം, അപ്പോൾ അത് അക്ഷയപാത്രമായി മാറുമെന്നാണ് പറഞ്ഞത്. പിന്നെ അടുത്ത ദിവസം കാശിയിലെത്തി ബലികർമ്മങ്ങൾ നടത്തണമെന്ന് തീരുമാനിച്ചു. വളരെ മനസംതൃപ്തിയോടെയാണ് അന്ന് ഉറങ്ങാൻ കിടന്നത്. അപ്പൊ രാവിലെ എഴുന്നേറ്റ് ഗംഗാതീരത്തേക്ക് ചെന്ന് സൂര്യൻ ഉദിക്കുന്നതേ ഉള്ളൂ. കടകളും ചെറിയ വീടുകളും ഒക്കെ രാവിലെ ധൃതിയിലാണ്. പിന്നെ ആളുകൾക്കൊപ്പം പശുക്കളും കാളകളും ഒക്കെ ഒരു കൂസലുമില്ലാതെ അലഞ്ഞു നടക്കുന്ന കാശി നഗരം. അത് മാത്രമല്ല മറ്റു പല നഗരങ്ങളിലും റോഡുകളിൽ അനുഭവപ്പെടുന്ന മനുഷ്യ വിസർജ്യത്തിന്റെ രൂക്ഷഗന്ധം ഇവിടുത്തെ വഴികളിലില്ല. ഇപ്പൊ ഞങ്ങൾ നടക്കുന്ന വഴി, അതായത് ഗംഗാ സ്നാനം കഴിഞ്ഞ് അമ്പലത്തിലേക്ക് പോകുമ്പോൾ ആ വഴിയിൽ വെള്ളവും ചാണകവും ഒക്കെ ഇടകലർന്ന് കിടന്നിരുന്നു. അതൊരു വൃത്തികേടായിട്ട് തോന്നി. പക്ഷെ എൻ്റെ ഒപ്പമുള്ള ദേവയാനി അമ്മ പറഞ്ഞത് പണ്ട് നമ്മൾ വീട് ചാണകം മെഴുകിയല്ലേ ഉപയോഗിച്ചിട്ടത്, അപ്പൊ ശുദ്ധമാക്കാനുള്ള ഒരു സംഗതിയാണ് ചാണകം എന്നവര് പറഞ്ഞു. ഈ വിവേകാനന്ദ ട്രാവൽസുകാർ ഗംഗാധര ശാസ്ത്രിയാണ് ഞങ്ങളുടെ ബലികർമ്മങ്ങൾക്കായി ഏർപ്പാട് ചെയ്തിരുന്നത്. അദ്ദേഹം ഞങ്ങളെ സ്നേഹത്തോടെ വിളിച്ച് കേരളത്തെക്കുറിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇവിടുത്തെ പല ക്ഷേത്രങ്ങളുടെയും വിവരങ്ങൾ തിരക്കി. പിന്നെ ഗംഗയിൽ ബലികർമ്മം ചെയ്യുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം ഒരു ക്ലാസ് ആണ് എടുത്തത്. പിന്നെ അദ്ദേഹം പ്രത്യേക ഒരു കാര്യം പറഞ്ഞത്, പ്രസാദമായി കിട്ടുന്ന അരി നാട്ടിൽ കൊണ്ടുപോയി അത് പായസം വെച്ച് അത് കർമ്മത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തവർക്ക് കൊടുത്താൽ അവർക്ക് അതിന്റെ അനുഗ്രഹം ലഭിക്കുമെന്നാണ്. ഇനി ഞങ്ങള് മണികർണിക ഘട്ടിലേക്കാണ് പോയത്. അവിടെ ശ്മശാനത്തില് 4 ചിതകൾ എരിയുന്നത് കണ്ടു. ഈ ശ്മശാനത്തിൽ ഒരിക്കലും ചിത അണയാറില്ല എന്നാണ് ഗൈഡ് പറഞ്ഞത്. കാരണം ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ കൊണ്ടുവന്ന് ജഡം സംസ്കരിക്കാറുണ്ട്. പഞ്ചാബിലും ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെയുള്ള ചില സമ്പന്നരുടെ അവസാനത്തെ ആഗ്രഹം തന്നെ ഇവിടെ കൊണ്ടുവന്ന് ജഡം സംസ്കരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഹരിചന്ദ്രൻ ചുടല കാവൽക്കാരനായി ജോലി ചെയ്തിരുന്നത് ഈ മണികർണിക
ശ്മശാനത്തിലാണെന്നാണ് വിശ്വാസം. ഇവിടത്തെ 64 പരം സ്നാനഘട്ടങ്ങൾ ഈ ഗംഗാ തീരത്തുണ്ട്. അപ്പൊ മണികർണിക ഘട്ടിലാണ് നിരവധി ആളുകൾ അവിടുത്തെ സ്നാനകർമ്മം നിർവഹിക്കുന്നത്. അപ്പൊ ഗംഗാധര ശാസ്ത്രികൾ പറഞ്ഞയച്ച പുരോഹിതൻ ഞങ്ങളെ കാത്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു. ശിവൻ പാർവതിയോട് അഗ്നിപുരാണത്തിൽ പറയുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. അതായത് കാശിയിൽ ചെയ്യുന്ന പ്രവർത്തികളൊന്നും പാഴാകില്ല, അതുകൊണ്ടായിരിക്കാം കാശിയിൽ ഇത്രയും ആളുകൾ വരുന്നതെന്ന് പറയുന്നു. ഇവിടെ ചെയ്യുന്ന കർമ്മങ്ങൾ ഭക്തിയും മുക്തിയും നൽകുമെന്ന് അഗ്നിപുരാണത്തിൽ പറയുന്നു. ഇപ്പൊ സ്നാനഘട്ടങ്ങളിലൊക്കെ പിടിച്ചിറങ്ങാനായിട്ട് ചങ്ങല കെട്ടുകളൊക്കെ ഉണ്ട്. പടവുകൾ ഇറങ്ങും തോറും അടിയിലെ ഒഴുക്ക് കൂടുന്നതായിട്ട് തോന്നുന്നു. ഇപ്പൊ അമ്പലത്തിൽ ധാരാളം മെറ്റൽ ഡിറ്റക്ടറുകളുണ്ട്. ഇപ്പൊ ഭീകരരൊക്കെ ഉള്ളത് കൊണ്ട് പട്ടാളക്കാരോട് ആ ക്യൂവിൽ നിൽക്കുന്ന 10 പേരെ വീതമാണ് പ്രവേശിപ്പിക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് ശിവലിംഗത്തിൽ ഗംഗാജലവും പാലും ഒക്കെ നമുക്ക് തന്നെ അഭിഷേകം ചെയ്യാം. അപ്പൊ ഇവിടെ പൂജാരിമാരാണ് അത് ചെയ്യുന്നത് കേരളത്തിൽ. അപ്പൊ അത് ലേഖികയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിനടുത്ത് തന്നെ ജ്ഞാനബാബി എന്ന ഔറംഗസീബ് സ്ഥാപിച്ച പള്ളിയും കാണാം. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം കാശി രാജാവിന്റെ കൊട്ടാരമായ രാംനഗർ പാലസ് തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചു. പിന്നീട് അശോക സ്തംഭം, അശോക ചക്രവർത്തി ഉണ്ടായിരുന്ന സാരാനാഥിലേക്ക് പോയി. അവിടുത്തെ മ്യൂസിയം വളരെയേറെ പ്രയോജനപ്പെട്ടതാണെന്ന് കണ്ടെത്തി. സാരാനാഥിൽ ഞങ്ങൾ വളരെ പെട്ടെന്ന് ഒരു ഓട്ടപ്രദക്ഷിണമാണ് നടത്തിയത്. പിന്നീട് കാശിരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴാണ് കാശിരാജാവിന്റെ മക്കളായ അംബിക, അംബാലികമാരെ കുറിച്ചും അവരുടെ സ്വയംവരത്തെക്കുറിച്ചും ഒക്കെ എൻ്റെ മനസ്സിൽ ആ കാര്യങ്ങൾ ഓടിയെത്തിയത്. അപ്പൊ ആ കൊട്ടാരത്തിന്റെ ഒരു വശത്ത് തന്നെ ഇപ്പോഴത്തെ രാജാവ് താമസമുണ്ട്. അപ്പൊ ഞങ്ങളവിടെ നിൽക്കുമ്പോൾ തന്നെ രാജാവ് തലപ്പാവ് അണിഞ്ഞ് റാണിയുമായിട്ട് പുറത്തേക്ക് പോകുന്ന കണ്ടു. അപ്പോൾ അവരൊരു സാധാരണ സാരിയാണ് അണിഞ്ഞിരുന്നത്. സൂട്ടിന് പുറമെ തലപ്പാവ് ഉണ്ടെന്നത് മാത്രമേ രാജാവിന് വിശേഷമായിട്ടുള്ളൂ. അപ്പൊ ഈ കൊട്ടാരത്തിന്റെ ഒരു വശത്ത് ഒരു കുളിപ്പുരയുണ്ട്. ആ കുളിപ്പുരയിൽ നിന്ന് ഗംഗയിലേക്ക് ചെന്ന് ആറാടാനുള്ള ഒരു സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഗംഗാ നദിക്കരയിലെ വ്യാസമന്ദിറിലേക്ക് പോയി. വേദവ്യാസൻ കാശിയിൽ വന്നപ്പോൾ 4 ദിവസം ഒരു ആഹാരവും കിട്ടാതെ വിഷമിച്ച് തളർന്നിട്ട് കാശി ദരിദ്രയായി പോകട്ടെ എന്ന് ശപിച്ചെന്നും ഇതറിഞ്ഞ് ശിവവാഹനൻ ആയ നന്ദി വ്യാസനെ കുത്തിമലർത്തി കൊമ്പിൽ കോർത്ത് ഗംഗയിൽ അറിഞ്ഞെന്നാണ് ഐതിഹ്യം. അപ്പൊ വ്യാസൻ വന്ന് വീണ സ്ഥലത്താണ് ഈ വ്യാസമന്ദിർ എന്നാണ് പറയുന്നത്. അപ്പൊ കാശിയിൽ വരുന്നവരൊക്കെ വ്യാസമന്ദിർ കൂടെ കണ്ടാലേ അവരുടെ ദർശനം സഫലമാകൂ എന്നാണ് പറയുന്നത്. പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു യൂണിവേഴ്സിറ്റിയായ ബനാറസ് ക്യാമ്പസിലേക്ക് ഞങ്ങൾ പോയി. മനോഹരമായ ബിർള മന്ദിറിലേക്ക് പോയി. അപ്പം അവിടെ ബിർള മന്ദിറിൽ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും തീർത്തു കൊടുക്കുന്ന ഹനുമാനാണ് മൂർത്തി. ഹനുമാൻ പ്രധാന മൂർത്തിയും പ്രതിഷ്ഠയുമാണ്. പിന്നെ ശ്രീരാമന് സീതയാണ് ഉപപ്രതിഷ്ഠകൾ. ഭക്തകവി തുളസിദാസ് ഇവിടെ ഇരുന്നാണ് രാമചരിത മാനസം രചിച്ചതെന്ന് കരുതപ്പെടുന്നു. അതുതന്നെ ഈ മനോഹരമായ മാർബിൾ മന്ദിരത്തിൽ രാമചരിത മാനസം പലയിടത്തായി കൊത്തിവെച്ചിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ ദുർഗാ ക്ഷേത്രത്തിലേക്കാണ് പോയത്. അപ്പൊ അവിടെ ദർശനം നടത്താനുള്ള സമയം കിട്ടിയില്ല, രാത്രി ആയതുകൊണ്ട്. ഇനി ഞങ്ങൾ പിറ്റേന്ന് രാവിലെ കാലഭൈരവന്റെ ക്ഷേത്രത്തിലേക്ക് പോയി. ബ്രഹ്മാവ് അധിക്ഷേപിച്ചപ്പോൾ ശിവൻ കോപിഷ്ഠനായെന്നും അദ്ദേഹത്തിന്റെ കോപത്തിൽ നിന്ന് ജനിച്ചതാണ് ഭീകരരൂപിയായ ഭൈരവൻ എന്നും പറയുന്നു. ജനിച്ച ഉടനെ ശിവനെ അപമാനിച്ച ബ്രഹ്മാവിന്റെ 5ാമത്തെ തല നുള്ളിയെടുക്കുകയും ദേവന്മാരെ ചൊൽപ്പടിക്ക് നിർത്തുകയും ചെയ്തു. തന്നോട് സമ്മതം വാങ്ങാതെ ഇങ്ങനെ ബ്രഹ്മാവിന്റെ തല നുള്ളിയെടുത്തത് കൊണ്ട് ശിവൻ ഭൈരവനെ ഒരു വൃക്ഷമാക്കി മാറ്റിയെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ പിന്നീട് ശിവൻ തന്നെ പാപമോചനം നൽകുകയും ചെയ്തു. അതായത് മനുഷ്യർ ദൈവങ്ങളെ ആരാധിക്കാൻ വരുമ്പോൾ ഈ കാലഭൈരവനെ കൂടെ പൂജിക്കണമെന്നുള്ള ശാപമോക്ഷമാണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഈ കാശിയിൽ വന്ന് ബലികർമ്മം നടത്താൻ വരുന്നവരൊക്കെ കാലഭൈരവ ക്ഷേത്രത്തിൽ ചെന്ന് അദ്ദേഹത്തെയും ദർശനം നടത്തി പൂജ ചെയ്യുന്നു. ചരട് പൂജിച്ചു തരുന്ന അവിടുത്തെ പൂജാരി നടത്തുന്ന വിലപേശൽ ഞങ്ങൾക്കെല്ലാം അസംതൃപ്തി ഉണ്ടായി. പിന്നെ ഈ ചരട് ദേഹത്ത് കെട്ടിത്തരുമ്പോൾ ദേഹത്ത് ശക്തിയായി 3 അടി അടിക്കുന്നത് അവിടുത്തെ ചടങ്ങാണ്. അപ്പൊ ചിലര് തമാശയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, ദക്ഷിണ കൊടുക്കുന്നത് കുറവാണെങ്കിൽ അടിയുടെ ശക്തി കൂടുമെന്നും പറയുന്നുണ്ടായിരുന്നു. ഇനി വത്സല മോഹന്റെ കാശി ചതുർധാമ ഹിമാലയ യാത്ര എന്ന
സഞ്ചാര സാഹിത്യ കൃതിയിലെ കാശി എന്ന അധ്യായമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു വിവരണം ഏതാണ്ട് പറഞ്ഞു. ആ വിവരണം ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ആൻസർ എഴുതാൻ കഴിയും. അപ്പൊ കാശിയുടെ പ്രാധാന്യം, അവിടുത്തെ പ്രധാന ക്ഷേത്രങ്ങൾ, ഇതെല്ലാം ഇപ്പൊ സ്ത്രീ എഴുത്തുകൾ എന്ന ആ ഒരു കണ്ടന്റിൽ വരുന്ന ഒരു പാഠഭാഗമാണത്. അപ്പൊ ഇതിന്റെ ആശയം ശ്രദ്ധിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ശിവ ടീച്ചർ.